കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെച്ചിരിക്കുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കലോത്സവം നിർത്തിവെക്കുന്നത് എന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. വയലൻസ് അംഗീകരിക്കാൻ കഴിയില്ല. പൂർത്തിയാകാനുള്ള മത്സരങ്ങളുടെ കാര്യത്തിൽ എന്തു വേണം എന്നത് പിന്നീട് തീരുമാനിക്കും. പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നുമാണ് മോഹൻ കുന്നുമ്മൽ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ സൂചകമായി നൃത്തമാടുന്നതാണ്. കലോത്സവം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിന് സർവകലാശാല നൽകുന്ന വിശദീകരണം സംഘർഷങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും ഒക്കെ സുരക്ഷ മാനിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ്. യൂണിയനെ അത് അറിയിച്ചിട്ടുണ്ട്. യൂണിയൻ അക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. അവർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിനെ തുടർന്നായിരുന്നു അവിടെ വേദിയിൽ നൃത്തം അരങ്ങേറിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ നൃത്തം ആടുകയാണ് പ്രധാന വേദിയിൽ. കേരള സർവകലാശാല വൈസ് ചാൻസലർ എടുത്തിരിക്കുന്ന തീരുമാനത്തെ യൂണിയൻ അംഗീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഇതിലൊരു പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ 24-നോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വയലൻസ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, നേരത്തെ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മത്സരാർത്ഥികളുടെ പ്രതിഷേധ നൃത്തമാണല്ലോ, അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായുള്ള നൃത്തമാണല്ലോ പ്രധാന വേദിയിൽ. യൂണിയൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? നേരത്തെ ആദ്യത്തെ ഇനം കഴിഞ്ഞപ്പോൾ തന്നെ പവർ കട്ട് ഉണ്ടായി, കറണ്ട് പോയി എന്നറിയുന്നു. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മറ്റെന്തെല്ലാം വിവരങ്ങളുണ്ട് ഇപ്പോൾ? ഗോപി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വി സിയുടെ നിർദ്ദേശം കിട്ടിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വേദിയിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത്. അതായത് വി സിയുടെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വേദിയിലുള്ളവരും അതുപോലെ തന്നെ വേദിക്ക് പരിസരത്തുള്ളവരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്നുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ അനൗൺസ്മെന്റായി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വൈദ്യുതി ബന്ധം ആദ്യം വിച്ഛേദിച്ചത്. പക്ഷേ പ്രതിഷേധവുമായി ഈ നൃത്തം ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് ഡാൻസ് ഉൾപ്പെടെ കളിക്കാനുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഇവിടെ വരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വൈദ്യുതി അവർക്കായി പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതും ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നതും. അവർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ നേരത്തെ ഒരു വിദ്യാർത്ഥിനി അവൾ വിതുമ്പുന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ അവർക്ക് ഇത്രയധികം കഠിന പ്രയത്നം നടത്തിയിട്ട് ഇവിടെ വന്ന് മത്സരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർ മറ്റ് പരിപാടികൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു വിഷമം അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴ SD കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധ സൂചകമായി ഇപ്പോൾ ഇവിടെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമായി പ്രതിഷേധ സൂചകമായ നൃത്തം അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിവിധയിടങ്ങൾ, അതായത് ഈ ക്യാമ്പസിന് പുറത്തും ചിലപ്പോൾ നൃത്തം ചെയ്ത് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ സർവകലാശാലയുടെ ഈ നടപടിയെ അത് വളരെ വലിയ പ്രതിഷേധത്തിലൂടെ വിദ്യാർത്ഥികൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ ഈ നൃത്തം നടക്കുന്ന പ്രധാന വേദിയിലുണ്ട്. അവർ വലിയ രീതിയിൽ സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അത് ചിലപ്പോൾ സംഘർഷത്തിലേക്ക് ഇവരെ കലാശിച്ചേക്കാം. അതുകൂടി പരിഗണിച്ചാണ് പോലീസിന്റെ ഒരു വലിയ സുരക്ഷ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വേദിയിലേക്ക് നോക്കിയാൽ വേദിയിൽ ഈ പ്രതിഷേധ നൃത്തം കാണാനായി വലിയൊരു കൂട്ടം, അതായത് വേദി നിറഞ്ഞു തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിഷേധ നൃത്തങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. വിദ്യാർത്ഥികൾ ആകെ പ്രതിഷേധത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന കലോത്സവം അതിന്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി വരുന്നു. അതായത് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം ഇനി വേണ്ട, സമ്മാനദാനം വേണ്ട, സമാപന സമ്മേളനം വേണ്ട, നിലവിൽ ലഭിച്ച പരാതികളൊക്കെ പരിഹരിക്കട്ടെ, അക്രമം അനുവദിക്കില്ല, അതിലൊക്കെ പരിഹാരം കണ്ടതിന് ശേഷം മതി ഇനി ഇതിന്റെ മറ്റ് പരിപാടികൾ നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർവകലാശാല VC എത്തുന്നു. ആ VCയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വേദികളിലും പരിപാടി നിർത്തിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് SFIയുടെ തന്നെ ഈ സർവകലാശാല യൂണിയൻ ചെയർമാൻ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരിപാടി തകർക്കാൻ, കലോത്സവം തകർക്കാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സംഘർഷമുണ്ടായത്. ആ സംഘർഷങ്ങൾ വലിയ നഷ്ടമാണ് ഈ പരിപാടിക്ക് ഉണ്ടാക്കിയത്. അത് പരിപാടിയെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കാൻ കാരണമായി എന്നുള്ളൊരു കാര്യവും കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു അറുതി വരണമെങ്കിൽ ഇത്തരത്തിൽ ഈ പരിപാടി നിർത്തിവെക്കണം എന്നത് തന്നെയാണ് അവരുടെയും നിലപാടെന്ന് യൂണിയനും പറയുന്നു. അതോടൊപ്പം സർവകലാശാല എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ യൂണിയൻ നേതൃത്വം അതുപോലെ തന്നെ ഭാരവാഹികളും പറയുന്നു. എന്തായാലും ഈ ഒരു സംഘർഷം അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ
വ്യക്തമാകട്ടെ എന്നുള്ളൊരു കാര്യവുമാണ് ഇവരും, അതായത് സർവകലാശാല യൂണിയനും അതുപോലെ തന്നെ പ്രതിനിധികളും SFI പ്രവർത്തകരും അടക്കം പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണം, ഈ KSU അടങ്ങുന്ന ABVP അടങ്ങുന്ന പ്രവർത്തകർ കഴിഞ്ഞ ഈ യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയത് മുതൽ ഇതിനെ അലങ്കോലപ്പെടുത്താൻ, അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വലിയൊരു പ്രതിഷേധം കണ്ടതാണ്. അതായത് SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് KSU പ്രവർത്തകർ സെനറ്റ് ഹാളിലെ പ്രധാന വേദിയിൽ എത്തുകയും വലിയ പ്രതിഷേധം നടക്കുകയും അതിന് പിന്നാലെ സംഘർഷമാവുകയും പോലീസ് അവരെ അറസ്റ്റിതമാക്കുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ ഈ സംഘർഷങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ കലോത്സവം തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. വയലൻസിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധ സൂചകമായി മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ നൃത്തമാടുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അഖിൽ ഷാ അൻസാർ, ഞങ്ങളുടെ പ്രതിനിധി, അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.